പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറം നടക്കുന്ന ആ ഒരു പോരാട്ടം നിങ്ങളുടെ പോക്കറ്റിനെയും സ്മാർട്ട് ഫോണിനെയും എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വഷളാകുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് നമ്മളായിരിക്കാം. നോക്കൂ, ലോകം മുഴുവൻ നേർത്ത ഒരു ഡിജിറ്റൽ നൂലിലാണ് കിട്ടിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ആകാശത്ത് മിസൈലുകൾ ചീറിപ്പായുമ്പോൾ കടലിനടിയിലെ ഇന്റർനെറ്റ് കേബിളുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നത് ദുഷ്കരമാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ സുഗമമായിട്ടുള്ള നിലനിൽപ്പിന് ഈ ഭീഷണി വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. അതെ, പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വ്യാപകമായി തടസ്സപ്പെടുമെന്ന ഭയത്തെപ്പറ്റി തന്നെയാണ്. ആ ഭയം അനുദിനം ശക്തമാകുകയാണ്. ചെങ്കടലിനടിയിലൂടെ പോകുന്ന ഇന്റർനെറ്റ് കേബിളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ഉയരുന്നത്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട സംഘർഷം മുറുകുകയാണ്. കേബിളുകൾ മുറിക്കുമെന്ന് ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെങ്കിലും എക്സ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം ആക്രമണങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ സജീവമായി കഴിഞ്ഞു. നമുക്കിതൊരു പുതിയ കാര്യമൊന്നുമല്ല. 2025 സെപ്റ്റംബറിൽ ഒരു വാണിജ്യ കപ്പലിന്റെ നങ്കൂരം അബദ്ധത്തിൽ തട്ടി സമുദ്രത്തിനടിയിലുള്ള 4 പ്രധാന കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അന്ന് ദക്ഷിണേഷ്യയിൽ ഇന്റർനെറ്റ് വേഗത ഗണ്യമായി കുറഞ്ഞു. സാധാരണഗതിയിൽ കേബിളുകൾക്ക് സംഭവിക്കുന്ന 30% തകരാറുകളും കപ്പലുകളുടെ നങ്കൂരം തട്ടിയാണ് ഉണ്ടാകാറുള്ളത് എന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂത്തികൾ ഈ നിർണായക കേബിളുകൾ തകർക്കുമെന്ന് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്നത് ഒരു യാദൃശ്ചിക അപകടമായിരിക്കില്ല, മറിച്ച് കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമായിരിക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വളരെ നിർണായകമാണ്. നമ്മുടെ രാജ്യത്തെ 95% അന്താരാഷ്ട്ര ഡാറ്റ കൈമാറ്റവും നടക്കുന്നത് ഈ കടലിനടിയിലെ കേബിളുകൾ വഴിയാണ്. ഇന്ത്യക്ക് നിലവിൽ 16 ലാൻഡിംഗ് സ്റ്റേഷനുകളിലായി 17 കേബിളുകളാണുള്ളത്. ഇവയിൽ ഭൂരിഭാഗവും മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ പേയ്മെന്റുകൾ, UPI, ക്ലൗഡ് സംവിധാനങ്ങൾ, AI ഓപ്പറേഷനുകൾ എന്നിവയെല്ലാം തന്നെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഈ ഹബ്ബുകളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ തടസ്സം പോലും രാജ്യത്തിന്റെ ആശയവിനിമയത്തെയും സാമ്പത്തിക രംഗത്തെയും സ്തംഭിപ്പിക്കും. ജാഗ്രതയോടെ കാത്തിരിക്കുക എന്നത് മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളം.